ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മളിന്ന് കണ്ണൂർ പോയ ദിവസമാണ്. നമ്മളെന്ന് പറയുമ്പം ഞാനുണ്ടാകുമ്പോൾ എന്തായാലും എൻ്റെ മോള് കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനും മോള്, ഇത് അനിയനാണ്, ഏട്ടൻ്റെ മാമൻ്റെ മോനാണ് നന്ദു, പിന്നെ അമ്മ കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണൂരേക്ക് പോകുന്നത് മെയിനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. ആദ്യം തന്നെ പോയിട്ടുണ്ടായത് നമ്മൾ പുതിയ സ്റ്റാൻഡുള്ള ഇമാനുവലിലേക്ക് വേണ്ടിയിട്ടാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അമ്മയുടെ ചെരുപ്പ് ഓട്ടിയിട്ട് തീരെ നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇമാനുവലിൻ്റെ തൊട്ടടുത്ത് കുറേ ചെരുപ്പിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടത്തേക്ക് കയറിയപ്പോഴും കുറേ കളക്ഷൻസ് കണ്ടിട്ട് നമ്മൾ വണ്ടർ അടിച്ചു പോയി. അപ്പോൾ കുറേ കളക്ഷൻസ് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് ഡൗട്ടായി ഏതാണ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഓരോ ചെരുപ്പ് നോക്കിയെങ്കിൽ അമ്മയുടെ ഇഷ്ടത്തിന് ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കാരണം ചിലത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ അതിന് ഹീലുണ്ടാവും, ചിലത് കളർ ഇഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നേരെ ഇമാനുവലിലേക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത്. അപ്പോൾ മോളുടെ ഡ്രസ്സ് അമ്മക്ക് കുറച്ച് ഫ്ലെയറി ആയിട്ടൊക്കെ നിൽക്കുന്ന ഡ്രസ്സില്ലേ, അങ്ങനത്തെ ഉടുപ്പൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ മോൾക്കും ഡ്രസ്സ് എടുത്തതിന് ശേഷം നേരെ എനിക്കൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുത്തു. പിന്നെ അമ്മക്ക് നൈറ്റ് വേണമെന്ന് പറഞ്ഞു. നമുക്ക് ഓൾറെഡി കുറച്ച് ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ ചുരിദാറൊന്നും നോക്കിയിട്ടില്ലേ. പിന്നെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇത് അടുത്തുള്ളൊരു ചെരുപ്പിൻ്റെ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടിയതുകൊണ്ട് പിന്നെ അതങ്ങ് കൺഫേം ആക്കി. അങ്ങനെ ചെരുപ്പ് വാങ്ങി ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയത് സുനിത ഫേർണിച്ചറിലേക്കാണ്. കുറച്ച് ഫേർണിച്ചറൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമ്മൾ ഫേർണിച്ചർ നോക്കുമ്പം ഈ ഒരു ഷോറൂമിൽ തന്നെയാണ് ആദ്യം വരാറുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് വന്നതിൻ്റെ കാരണം ഇളയമേടെ, അതായത് ഏട്ടൻ്റെ ഇളയമേടെ അമ്മയുടെ അനിയത്തിൻ്റെ കുടിയിൽ വരുന്നുണ്ട്, വീട്ടിൽ കുടിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഫ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം സോഫയുടെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അവിടെ അലൗഡ് അല്ല അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സോഫ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഒന്ന് ഐഡിയൽ ഡെക്കറിൽ കൂടി നോക്കാമെന്ന് കരുതിയിട്ട് ഐഡിയൽ ഡെക്കറിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഇഷ്ടപ്പെടില്ല. അതായത് സുനിതയിൽ കണ്ടു വെച്ചതിൻ്റെ അത്ര അങ്ങ് അടുത്ത് വരാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ടില്ല. അവിടെയും നമുക്ക് വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഉണ്ടായിട്ടില്ല, അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇളയമേടൊക്കെ വിളിച്ച് ചോദിച്ച സമയത്ത് അതിനേക്കാളും ബെറ്റർ സുനിതയിൽ തന്നെയാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നേരെ സുനിതയിലേക്ക് തന്നെ വന്നു. നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് വെച്ചില്ലേ, അത് നമ്മൾ ബില്ലാക്കി. അങ്ങനെ പേയ്മെൻ്റൊക്കെ ചെയ്ത് അത് ഇപ്പോഴത്തന്നെ കിട്ടൂല, കളറൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കന്നെ ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മക്ക് ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. കണ്ണൂർ മെയിൻ ഹോട്ടലിൻ്റെ എല്ലാം അടുക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിശപ്പ് ഉണ്ട് എന്ന് പോലൊരു തോന്നല്. അങ്ങനെ നമ്മൾ നേരെ കസരസയിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളധികം സീതാപ്പാനിയിലേക്കാണ് പോകാറ്. അപ്പം അന്ന് സീതാപ്പാനി ഒരു ദിവസം ക്ലോസ് ചെയ്ത് കണ്ടതുകൊണ്ട് കസരസയിൽ നിന്ന് ഒരു ഷവർമ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനാണ് സജസ്റ്റ് ചെയ്തത് നമുക്ക് കസരസയിലേക്ക് പോകാമെന്ന്. അപ്പം നമ്മൾ ഓരോരാളും ഓരോന്നാണ് ഓർഡർ ചെയ്തത്. ഇത് നന്ദു ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഷവർമയാണ് അവരുടെ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പൊറോട്ടയും പനീർ ബട്ടർ കറിയാണ്. അമ്മയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള അൽഫാമും. അപ്പോൾ ഷവർമ പെട്ടെന്ന് കിട്ടുമല്ലോ, അപ്പം നന്ദുവിന് ഷവർമ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. അവനത് ഏകദേശം കഴിച്ച് കഴിയുമ്പോഴാണ് നമ്മളുടെ പൊറോട്ടയും അമ്മയുടെ അൽഫാമും കിട്ടിയിട്ടുണ്ടായത്. നമുക്ക് അൽഫാം ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിലെ മയോണിസാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്മ അധികം പ്രിഫർ ചെയ്യുന്നത് അൽഫാം തന്നെയാണ്. അപ്പം നന്ദു പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് നന്ദു വരുന്ന മോളെയും കൂട്ടിയിട്ട് നടക്കുന്നുണ്ടായത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമാധാനമായിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വേറെ എവിടെയും പോകാൻ നിന്നിട്ടില്ല, നേരെ ബീച്ച് വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ബീച്ചിൽ ഇറങ്ങുമൊന്നും ചെയ്തിട്ടില്ല, കാരണം മോളെ ഏകദേശം വാശി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി ആയല്ലോ, പുറക്കം വരുന്നുണ്ടായിട്ട് ചെറിയ വാശിയൊക്കെ തുടങ്ങിയതുകൊണ്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ നല്ല രസമല്ലേ ഈ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ബീച്ച് സൈഡൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ആ ടൈം ആകുമ്പോഴേക്കാണ് നല്ല തിരക്കായിട്ടുണ്ട്, ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ റോഡൊക്കെ നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.